UDF സർക്കാർ മന്ത്രിമാർക്ക് പല ജില്ലകൾക്കും വേണ്ടത്ര പരിഗണന നൽകിയില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങളുണ്ട്. മധ്യ തിരുവിതാംകൂറിന് വിമർശനമുണ്ട്, കോഴിക്കോടിൻ്റെ വിമർശനം തീരുന്നില്ല. പത്തനംതിട്ട ഇത്തവണ സമഗ്രമായൊരു വിജയം നൽകിയിട്ടും വേണ്ടത്ര പരിഗണന കിട്ടിയില്ല എന്ന ആക്ഷേപമുണ്ട്. UDFന് മികച്ച വിജയം നൽകിയ പത്തനംതിട്ടയ്ക്ക് ഒരു മന്ത്രി വേണമായിരുന്നു എന്ന് പറയുന്നു റാന്നിയിലെ നിയുക്ത MLA അഡ്വക്കേറ്റ് പഴകുളം മധു. എല്ലാ ഘടകങ്ങളും പരിശോധിച്ചാണ് നേതൃത്വം മന്ത്രിമാരെ തീരുമാനിച്ചത്. മന്ത്രി ഇല്ലാത്തത് നഷ്ടം തന്നെയാണ്. അത് വികസന പ്രവർത്തനങ്ങളിൽ തന്നാൽ മതിയെന്നും തനിക്ക് മന്ത്രിയാവാൻ ആഗ്രഹമില്ലെന്നും പഴകുളം മധു പറഞ്ഞു. UDF പത്തനംതിട്ടയിൽ വലിയ മികച്ചൊരു വിജയമാണ് നേടിയത്. പക്ഷേ മന്ത്രിസ്ഥാനം നമുക്ക് പത്തനംതിട്ടയിൽ പറ്റില്ല. കഴിഞ്ഞ പ്രാവശ്യം LDFന്റെ ഒരു മന്ത്രി പത്തനംതിട്ടയ്ക്ക് ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് അതില്ലാതായിപ്പോൾ? അത് അങ്ങനെ വല്ല സാധ്യതയുണ്ടോ? മന്ത്രി കിട്ടേണ്ടതായിരുന്നു. ഒരു മന്ത്രിക്ക് അർഹതയുണ്ട് പത്തനംതിട്ടയ്ക്ക്, പക്ഷെ കിട്ടിയില്ല. കിട്ടാത്തത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകമായ വിരോധം പത്തനംതിട്ട തീർത്തതാണ്, അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും MLA തീർത്തതാണെന്ന് ഞാൻ കരുതുന്നില്ല. പല പല ഘടകങ്ങളാണല്ലോ UDF നേതൃത്വത്തിന് പരിശോധിക്കാനുള്ളത്. ആ ഘടകങ്ങളെല്ലാം പരിശോധിച്ച് വന്നപ്പോൾ പത്തനംതിട്ടയ്ക്ക് അവസരം കിട്ടിയില്ല. ഇനി 5 വർഷം ഉണ്ടല്ലോ, നമുക്ക് നോക്കാം. മന്ത്രി വേണമെന്ന് ആവശ്യപ്പെടും. അല്ല, ഞാൻ ആരോടും ജില്ലയ്ക്ക് മന്ത്രി കിട്ടാൻ കൊള്ളാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. വ്യക്തിപരമായി എനിക്ക് മന്ത്രി ആകണമെന്ന് ഒരാളോട് പോലും ആവശ്യപ്പെട്ടില്ല. നേതൃത്വത്തിനെല്ലാം അറിയാമല്ലോ, അവർ പരിശോധിക്കട്ടെ. പത്തനംതിട്ടയ്ക്ക് അത് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. അത് വികസന പ്രവർത്തനങ്ങളുടെ രൂപത്തിൽ ഞങ്ങൾക്ക് തന്നാൽ മതി. അങ്ങനെ ഇതെന്ന് പ്രായച്ചിത്തം ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറായാൽ മതി. അതാണ് മന്ത്രിയില്ലാത്ത അഭാവം, മന്ത്രിയില്ലാത്ത അഭാവം വികസന പദ്ധതികളായി ഞങ്ങൾക്ക് തരണം. കാരണം എനിക്ക് മന്ത്രി വേണ്ട, എനിക്ക് ജില്ല മതി എന്ന് പറഞ്ഞ അന്തസ്സുള്ള ഒരു MLA നാടാണ് ഈ പത്തനംതിട്ട, KK നായർ. അപ്പൊ ഞങ്ങൾക്കും അതാണ് ആവശ്യപ്പെടാനുള്ളത്. ഞങ്ങൾക്ക് മന്ത്രി തന്നില്ല, വികസനം തരിക എന്നുള്ളതാണ്. കാരണം 30 വർഷക്കാലമായി ഒരു വികസനം ഇല്ലാത്ത സ്ഥലത്താണ് ഞാൻ MLA ആയിട്ടുള്ള റാന്നി. അത് കഴിഞ്ഞ 10 വർഷമായി ജില്ലയിൽ ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് പത്തനംതിട്ട ജില്ലയ്ക്ക് പ്രത്യേകമായ ഒരു പാക്കേജ് തന്നെ ഗവൺമെന്റ് ഉണ്ടാക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. എന്തായാലും അതാണ് ആവശ്യം. പത്തനംതിട്ടയിൽ നിന്നും ശശി നാരായണൻ, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.